എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അങ്ങനെ മാണിക്കുഞ്ഞും നവീനും കൊണ്ടുവന്ന സാധനങ്ങളായി അകത്തേക്ക് കയറാൻ പോകുമ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരും. മുത്തശ്ശി ചോദിക്കും ഇതൊക്കെ എന്തുവാന്ന് ചോദിക്കും. അപ്പൊ പറയും അവിടുത്തെ പോയ സ്ഥലത്ത് ഒരു കുട്ടി തന്നു വിട്ടേന്ന് പറയും. അങ്ങനെ മുത്തശ്ശി ചോദിക്കും ആ നല്ല കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിക്കും. അപ്പൊ മാണിക്കുഞ്ഞ് പറയാം ഇനി അതൊക്കെ പറയാതിരിക്കുന്നത്, അവിടുത്തെ കാര്യങ്ങൾ ഇനിയൊന്നും പറയേണ്ടെന്ന് പറയും. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് വെക്കാൻ പറയും. അങ്ങനെ എല്ലാം സാധനങ്ങളെല്ലാം ആയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് ഗാഥയാണെങ്കിൽ നവീൻ വിളിക്കാത്തതിൽ ദേഷ്യം സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഗാഥ പറയാ ഒന്നും കൂടെ വിളിച്ചു നോക്കി ഇനി എടുക്കുമെന്ന് അറിയാം എന്താണല്ലോ എന്ന് ചോദിക്കും. അങ്ങനെ ഗാഥ വീണ്ടും വിളിക്കണം. അപ്പൊ നവീൻ ഫോൺ എടുക്കും, ഹലോ എന്ന് ചോദിക്കും. അപ്പൊ പറയും ഇത്ര നേരമായിട്ട് എന്താ തിരിച്ചു വിളിക്കാന്ന് ചോദിക്കും. അപ്പൊ പറയും ഞാനൊരു മീറ്റിംഗിലായിരുന്നു, ഇപ്പോഴാണ് തിരിച്ചെത്തിയെന്ന് പറയും. നവീൻ വീണ്ടും കള്ളം പറയാൻ തുടങ്ങുമല്ലേ എന്ന് ചോദിക്കുക. അപ്പൊ പറയും നവീൻ ഒത്തിരി മാറിപ്പോയി എന്ന് പറയും. അപ്പൊ നവീനും പറയും ഗാഥ ഒത്തിരി മാറിപ്പോയി, എന്തായാലും ഗാഥ മമ്മിയുടെ അടുത്തല്ലേ, നിന്റെ മമ്മിക്ക് മാത്രമേ നിന്നെ ഈ സമയത്ത് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നന്നായി റെസ്റ്റ് ഒക്കെ എടുത്ത് നന്നായി ഫുഡൊക്കെ കഴിച്ച് എപ്പോഴാണോ ഓക്കെ ആകുന്നത് അപ്പൊ താൻ ഇങ്ങോട്ട് വരാൻ പറയേ. അപ്പൊ കീർത്തിയാണ് ഡോറിന്റെ അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നവീൻ പറയും വരുമ്പോഴേ പിന്നെ ഒരു കാര്യം, ആ പഴയ ഗാഥയായിട്ട് വേണം തിരിച്ചു വരാൻ വേണ്ടിയിട്ടെന്ന് പറയുകയാണ്. എന്തായാലും താൻ റെസ്റ്റ് എടുക്കുക, അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. അപ്പൊ ഗാഥയ്ക്ക് ആകെ ദേഷ്യം വരും. അപ്പൊ ഗാഥ അങ്ങനെ നിൽക്കുമ്പോഴാണ് സിതാര അടുത്തേക്ക് വരും. അപ്പൊ സിതാര ചോദിക്കും മോളെ ആരാ വിളിച്ചതെന്ന്. അപ്പൊ പറയും നവീനാന്ന് പറയും. അപ്പൊ സിതാര പറയും എനിക്ക് തോന്നിന്ന് പറയും. നവീൻ പറഞ്ഞത് അമ്മയ്ക്ക് അറിയാം എന്താന്ന്, ആ പഴയ ഗാഥയായിട്ട് അങ്ങോട്ട് ചെല്ലണം എന്ന് വെച്ചാൽ നാഗ പൂജ ചെയ്യുന്ന സമയത്തുള്ള ഗാഥയായിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ. ഇപ്പോഴും അപ്പൊ നവീന്റെ മനസ്സിൽ കൃഷ്ണയാണുള്ളതെന്ന് പറയും. ഈ മമ്മിയാണ് എല്ലാത്തിനും കാരണം എന്ന് പറയും. മമ്മി അന്നേരം അവളെ വിലക്കിയിരുന്നെങ്കിൽ അവൾ ഇത്രയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കും. ഇപ്പൊ അവളെ കണ്ട് ഞാൻ പഠിക്കണമെന്ന്, ഇതൊക്കെ എവിടത്തെ ഇതാ, അവളെ ഞാൻ അന്നേ പറഞ്ഞത് എന്നെ പോലെയുള്ള ഒരാൾ ഈ ഭൂമിയിൽ വേണ്ടാന്ന്, കൊന്നു കളയാൻ പറഞ്ഞത്. അപ്പൊ മമ്മി കേട്ടില്ല എന്ന് പറയാം. അപ്പൊ സിതാരക്ക് ദേഷ്യം വരുവേ. അപ്പൊ സിതാര പറയേ അവളെ ഏത് വീട്ടിൽ ചെന്നാലും അങ്ങനെ തന്നെയാണെന്ന് പറയാം. കണ്ട മമ്മിക്ക് പോലും ഇപ്പൊ അവളെയാണ് ഇഷ്ടം, മറ്റേത് മറിച്ചെന്നൊക്കെ പറയും. അവളുടെ സ്വഭാവം അത്രയും നല്ലതാണെന്നല്ലേ മമ്മി പറയുന്നത്. അവൾ ഏത് ആൾക്കൂട്ടത്തിൽ പോയാലും ഏത് വീട്ടിൽ പോയാലും അവളാണ് അവിടുത്തെ വലിയ ആളായി നിൽക്കുന്നതെന്ന് പറയും. അതുപോലെ ആകാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ സിതാര പറയും മോളെ മോളുടെ ജീവിതമാണ്, അതുകൊണ്ട് നന്നായേ പറ്റുള്ളൂ എന്നൊക്കെ പറയാം. അപ്പൊ ഗാഥയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തൊന്നുമില്ല. അങ്ങനെ സിതാര ഒഴിഞ്ഞു മാറി അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ കൃഷ്ണ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിരിക്കുവോ തന്നെ ചിരിക്കുകയാണ്. അപ്പൊ തങ്കം വന്നിട്ട് ചോദിക്കുക കൃഷ്ണ നീ എന്താ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നേന്ന് ചോദിക്കുക. അപ്പൊ പറയേ ഒന്നുമില്ല അമ്മ എന്ന് പറയും. ഓ ഇന്ന് നവീനെ കണ്ടതുകൊണ്ടായിരിക്കുമല്ലേ എന്ന് പറയും. അപ്പൊ പറയാം അമ്മ എന്താ ഈ പറയുന്നേന്ന് പറയും. മോളെ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ മനസ്സിൽ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന കാര്യമാണ്, നിന്റെ കഴുത്തിൽ താലി വീണ സമയത്ത് നിന്റെ കൂടെ എപ്പോഴും നവീൻ ഉണ്ടാവണമെന്നാണ്. ദൈവത്തിന്റെ ഹിതമേ ഇവിടെ നടക്കത്തുള്ളൂ. നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും അതിലും മുകളിൽ ദൈവത്തിന് നമുക്ക് തരാൻ സാധിക്കും. അതുകൊണ്ട് ദൈവമായിരിക്കും നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നവീൻ ഇവിടെ വന്നത്. കാരണം നമ്മൾ അവരുടെ മുമ്പിൽ നിന്നെല്ലാം ഒളിച്ചോടി പോയിട്ടും വീണ്ടും നവീൻ നിന്റെ മുമ്പിലേക്ക് വന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പൊ കൃഷ്ണയും പറയാം അതെ അമ്മേ, നമ്മളെല്ലാവരുടെയും മുമ്പിൽ നിന്ന് ഒളിച്ചോടി പോയപ്പോഴും വീണ്ടും നവീൻ എന്റെ മുമ്പിലേക്ക് വരികയാണ്. അപ്പൊ കൃഷ്ണ പറയാം അമ്മ സിതാരയും ഗാഥയൊക്കെ മറന്നിട്ട് എങ്ങനെയാ. അപ്പൊ പറയാ അല്പസമയം മോളുടെ കാര്യമെങ്കിലും മോള് ചിന്തിക്കുന്നു പറഞ്ഞിട്ട് തങ്കം പറയും എനിക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ടെന്ന് പറയും. അപ്പൊ കൃഷ്ണ പറയും ഞാനും വരാന്ന് പറയും. വേണ്ടാന്ന് പറയും. എന്നിട്ട് തങ്കം തന്നെ പോവുകയെ. അപ്പൊ കൃഷ്ണ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും വിഷമിച്ച്. പിന്നീട് കാണിക്കുന്നത് വെച്ചാൽ അനിയൻ സാറാണ്. അനിയൻ സാർ ചേച്ചിയുടെ വീട്ടിൽ ഇങ്ങനെ, അപ്പൊ ചേച്ചി ചായ കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ കാര്യസ്ഥൻ ചോദിക്കുന്ന സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുന്നു. അപ്പൊ പറയുന്നു അതൊക്കെ ഓക്കെ ആയി, ആ കൃഷ്ണ ഉണ്ടല്ലോ അവള് നല്ല മിടുക്കി കൊച്ചാണ്, അവൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല, അവളെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെടുന്നില്ലേ. അപ്പൊ അത് കച്ചവടം നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കുന്നു പറയും. അപ്പൊ പറയാം അവളെ എന്റെ മോളെ പോലെയാണ് ഞാൻ കരുതുന്നതെന്ന് പറയാം. അപ്പൊ ഈ ചേച്ചി ഉടനെ ചോദിക്കും അപ്പൊ നിനക്ക് മോളെ കണ്ടെത്തിയില്ലെങ്കിൽ നീ അവളെ മകളായി ദത്തെടുക്കുമെന്ന് ചോദിക്കും. അതെന്താ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ എന്റെ മോളെ കണ്ടെത്താൻ വീണ്ടും ഇറങ്ങിത്തിരിക്കുകയാണെന്ന് പറയും. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അപ്പൊ ഈ കാര്യസ്ഥൻ ചേച്ചിയോട് പറയും കണ്ടോ മോളെ എങ്ങനെയും കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇവരാണ് ശരിക്കും യഥാർത്ഥ ശ്രീനിവാസനെ ഇങ്ങനെ ആക്കിയത് ഇവർ രണ്ടും ആയിരിക്കാനാണ് ചാൻസ് ഉള്ളത്. അങ്ങനെ ഇവരപ്പൊ അടുത്ത പദ്ധതി പ്ലാൻ ചെയ്യും എന്തേലും. പിന്നീട് കാണിക്കുന്നത് വെച്ചാല് നമ്മുടെ കൃഷ്ണ മോളിക്കുട്ടിയായിട്ട് രാത്രി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നവീനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ മാണിക്കുഞ്ഞിന്റെ കോള് കൃഷ്ണയുടെ ഫോണിലേക്ക് വരെ. അപ്പൊ കൃഷ്ണ പറയുന്നത് മാണിക്കുഞ്ഞ് വിളിക്കുന്നത് എടുക്ക് എന്റെ കെട്ടിയവനും അടുത്ത് തന്നെ ഉണ്ടാവും പറയേ. അങ്ങനെ ഫോൺ എടുക്കുമ്പോ ഹലോ എന്ന് ചോദിക്കും. അപ്പൊ മാണിക്കുഞ്ഞ് ഞാൻ സാറിന് കൊടുക്കാന്ന് പറയാം. അങ്ങനെ നവീന് കൊടുത്തിട്ട് നവീൻ ഫോണിലൂടെ പറയും കൃഷ്ണ ഞങ്ങൾക്ക് ആ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു, ഒരു കാര്യം ചെയ്യും 15 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം നീക്കുക, അതുകൊണ്ട് അനിൽ സാറിന്റെ അടുത്ത് സംസാരിക്കാൻ കൃഷ്ണ അതെല്ലാം
എന്തെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് പറയും. അപ്പൊ കൃഷ്ണ പറയും ഞാൻ അനിൽ സാറിന്റെ അടുത്ത് പറയാന്ന് പറയും. അല്ല അനിൽ സാറ് പറഞ്ഞത് കൃഷ്ണയാണല്ലോ എല്ലാം ചെയ്യുന്നത്, അതെ എന്നാലും ഞാൻ പറയാം എന്ന് പറയുകയാണ്. പിന്നെ അപ്പൊ നവീൻ പറയും കൃഷ്ണ താൻ സ്മാർട്ടാണ് കേട്ടോ, ഇതുപോലെയുള്ള പെൺകുട്ടികളെ ഞാൻ കാണാറേ ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത്ര ആക്റ്റീവ് ആയിട്ടെന്ന് പറയേ. അങ്ങനെ എന്നിട്ട് പറയാം അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. അപ്പൊ മോളിക്കുട്ടി ചോദിക്കും എന്തൊക്കെ പറഞ്ഞെന്ന് ചോദിക്കും. അപ്പൊ മോളിക്കുട്ടിയോട് ഇതൊക്കെ പറയും, അത്രേ പറഞ്ഞുള്ളൂ ഒരു ഉമ്മയും കൂടെ കൊടുക്കായിരുന്നു പറയും, പൊടിയെന്ന് പറയും. അങ്ങനെ ഇവര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് എന്നിട്ട് പറയും ഇന്ന് ഇനിയിപ്പം പോയി കിടന്ന് സ്വപ്നം കാണാനുള്ള വകയായല്ലോ എന്ന് മോളിക്കുട്ടി കളിയാക്കുവേ. അപ്പൊ കൃഷ്ണ പറയും എന്തുവാ മോളിക്കുട്ടി, എന്നാ ഞാൻ പോട്ടെ എന്ന് പറയും. അപ്പൊ മോളിക്കുട്ടി പറയും ഞാൻ കൊണ്ടുവിടാന്ന് പറയേ. അപ്പൊ പറയും വേണ്ടാന്ന് പറയും. ആ സമയത്ത് ഒരാള് അവിടെ മറഞ്ഞു നിൽക്കുന്നത് കൃഷ്ണയെ വാച്ച് ചെയ്തുകൊണ്ട്. അങ്ങനെ കൃഷ്ണൻ നടന്നു പോവുകയാണ്. അങ്ങനെ വഴിയിലെത്തുമ്പോഴത്തേനും തങ്കം വിളിക്കും മോളെ ഇതുവരെ എത്തിയില്ലല്ലോ, എന്താ വെച്ചാൽ ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മേ, സൂക്ഷിച്ചു വരണം എന്ന് പറയും. അപ്പൊ അങ്ങനെ കൃഷ്ണ കുറച്ച് മുന്നോട്ട് കിടക്കുമ്പോൾ കൃഷ്ണയ്ക്ക് മനസ്സിലാവും പുറകിലൂടെ ഒരാൾ നടന്നു വരുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ തിരിഞ്ഞു നിൽക്കുമ്പോഴത്തേന് കാണുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ നിൽക്കുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ കൃഷ്ണ മോളിക്കുട്ടിയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. പിന്നീട് തന്നെ അനിയൻ സാറിനെ അച്ഛനായിട്ട് കാണുന്നത്, രക്ഷിതാവായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ ബൈ ബൈ, താങ്ക് യു.